ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ബൂട്ടിങ്ങിനെ കുറിച്ചാണ്. ബൂട്ടിങ്. പക്ഷേ ബൂട്ടിങ് പറയുന്നതിന് മുന്നേ നമുക്ക് മെമ്മറീനെ കുറിച്ചൊന്ന് പറയേണ്ടി വരും. മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓർമ്മ, അതായത് കമ്പ്യൂട്ടറിൻ്റെ ഓർമ്മ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് മെമ്മറി. ഈ മെമ്മറി തന്നെ രണ്ട് തരത്തിലുണ്ട്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിയിലാണ് റാമും റോമൊക്കെ വരുന്നത്. പക്ഷേ സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, CD ഡ്രൈവ്, ഇതൊക്കെ ഡ്രൈവ് അല്ല, CD ഡിസ്ക്, അതൊക്കെ സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറി ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസായ ഹാർഡ് ഡിസ്കിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇതിനെക്കുറിച്ച്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക ഈ സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറിയായ ഹാർഡ് ഡിസ്കിലാണ്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിൽ നമുക്ക് ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസായ ഹാർഡ് ഡിസ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ അത് പ്രൈമറി മെമ്മറിയായ റാമിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ റാമിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനാണ് ബൂട്ടിംഗ് എന്ന് പറയുക. ഈ പ്രോസസ്സ് നടക്കുന്നത് ഓൺ ചെയ്യുന്ന സമയത്താണ്, സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്താണ്. സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസായ ഹാർഡ് ഡിസ്കിൽ നിന്ന് പ്രൈമറി സ്റ്റോറേജായ റാം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൂട്ടിംഗ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.